ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ള വിഷയം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയും. ഗനസരത്ത് എന്ന് പറയുന്ന തടാകത്തിന്റെ കരയിൽ യേശു വന്നു വചനം പറയാൻ തുടങ്ങി. അപ്പോൾ 2 പടക് കരയ്ക്കടുത്തിരിക്കുന്നത് കണ്ടു. അവർ വല നന്നാക്കുകയായിരുന്നു. അതിൽ ശീമോൻ പത്രോസ് ഉള്ള പടകിൽ യേശു കയറി അതിൽ ഹല്ലേലൂയ ഇരുന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ശീമോൻ പത്രോസ് വളരെ ക്ഷീണിതനും പരാധീനതകളും പരിഭവങ്ങളുമുള്ള വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. എങ്ങനെ മുമ്പോട്ട് പോകും, നാളെ എന്തായിത്തീരും ഒന്നും അറിയത്തില്ല. എല്ലാം വല്ലാതെ തളർന്നിരിക്കുമ്പോൾ യേശു തൻ്റെ പടകിൽ കയറിയിട്ട് ആ ഉറക്കളപ്പോ, രാത്രിയിലെ അധ്വാനത്തിൻ്റെ ഉറക്കളപ്പോ ഒന്നും വകവയ്ക്കാതെ യേശുവിനായി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കാനിടയായി തീർന്നപ്പോൾ ഹല്ലേലൂയ, തൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് നിങ്ങളുമായി എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, യേശുവിനായി പടക് വിട്ടുകൊടുത്തു, യേശുവിൻ്റെ വചനങ്ങൾ കേട്ടു. അത് കഴിഞ്ഞതാ യേശു തീർന്നില്ല. യേശു അവനോട് ഹല്ലേലൂയ പറയുക, നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാൻ. യേശുവിൻ അവൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ അവസ്ഥയെ അറിയാൻ യേശു തയ്യാറായി. ഹല്ലേലൂയ. യേശുവിന് അവൻ്റെ അവസ്ഥയെ അറിയാൻ ഇടയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ശൂന്യമായ പടകാണെന്ന് യേശു അറിഞ്ഞിട്ട് പറയാം, നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാൻ. അപ്പോഴാണ് ശീമോൻ പത്രോസ് പറയുന്നത്, നാഥാ, ഞാൻ രാത്രി മൊത്തം അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ, അവൻ്റെ ഉള്ള അവസ്ഥ നേരത്തെ അറിഞ്ഞ യേശുവിൻ്റെ അടുത്ത് ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായപ്പോൾ യേശു പറയുക, ഹല്ലേലൂയ, അങ്ങനെ പറഞ്ഞു. യേശു ആഴത്തിലേക്ക് നീക്കും മീൻപിടുത്തത്തിന് വലയിറക്കാം. അപ്പോൾ പറയാ, നാഥാ, രാത്രി മൊത്തം അധ്വാനിച്ചു, പക്ഷെ ഒന്നും ലഭിച്ചില്ല, പക്ഷേ അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വലയിറക്കാൻ തയ്യാറായ പത്രോസിന്റെ ജീവിതത്തിൽ വലിയൊരു നിറവ് ലഭിക്കാനിടയായി തീർന്നു. പത്രോസിന് മാത്രമല്ല, സഹോദര പടങ്ങളുടെ കൊടുക്കത്തക്കവണ്ണം വലിയൊരു പെരുത്ത മീൻകൂട്ടത്തിന് ലഭിക്കാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന വ്യക്തിഗതങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരാജിതനായിരിക്കാം, നിങ്ങൾ വല്ലാതെ നീറുന്നവനായിരിക്കാം, വല്ലാത്ത പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു, ആത്മഹത്യ മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആത്മഹത്യ അല്ല പരാജയം. നിന്റെ യേശു നിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാനിടയായി തീരും. നിന്റെ ശൂന്യമായ പടകിനെ, പത്രോസിന്റെ ശൂന്യമായ പടകിനെ നിറച്ച ദൈവം, ഹല്ലേലൂയ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച് അനുഗ്രഹത്തിന്റെ വഴികളെ തുറക്കും. നീ പലയിടത്തും പോയി ഹല്ലേലൂയ എല്ലാം നഷ്ടപ്പെട്ടവനായി തീർന്നപ്പോൾ, എല്ലാം കൊണ്ടും ശൂന്യമായി മാറിയപ്പോൾ, ഹല്ലേലൂയ, ഇന്ന് പക്ഷേ യേശുവിൻ്റെ അടുത്തേക്കൊന്ന് വരാമോ? ആ വചനം ഒന്ന് വായിക്കാൻ തയ്യാറുണ്ടോ? ആ വചനപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടോ? ആ യേശുവിനെ ഹൃദയത്തിൻ്റെ അകത്തൊന്ന് ഉൾക്കൊള്ളാൻ താല്പര്യമുണ്ടോ? അങ്ങനെ മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായി യേശുവിനെ സ്വീകരിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവസാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങും. ഹല്ലേലൂയ.